ഓപ്പറേഷൻ തൂഫാൻ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില വിട്ടുവീഴ്ചകളൊക്കെ സംസ്ഥാന സർക്കാരിന് ചെയ്യേണ്ടി വരുന്നു എന്ന വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. പല പ്രമുഖരെയും പിടിക്കാൻ പറ്റുന്നില്ല. സ്വാധീനം മൂലം അവരൊക്കെ സംരക്ഷണത്തിൽ കഴിയുകയാണ്. പിന്നെ എന്താണ് ഈ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് ഗുണം? അല്ല, ഓപ്പറേഷൻ തൂഫാന്റെ ഇതുവരെയുള്ള ഒരു നീക്കങ്ങളും നിലപാടുകളും ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു നമ്പർ ഓഫ് കേസസ് ഒക്കെ കൂടുതലായി രജിസ്റ്റർ ചെയ്യുകയും 8ഉം 15ഉം 70ഉം കഞ്ചാവ് ചെടികൾ വളർത്തിയിട്ടുള്ള ആളുകളെയും 19 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള നിരവധി ചെറുപ്പക്കാരെയും ഒക്കെ തന്നെ 200-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും കൊണ്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ ഇതൊരു കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടി മാത്രമേ ആകുന്നുള്ളൂ. നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ഇത് നിയന്ത്രിക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടുള്ള സപ്ലൈ ചെയിൻ കട്ട് ചെയ്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഡിമാൻഡ് ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മാറ്റണം. അപ്പോൾ അത്തരത്തിലൊരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള നീക്കമായിട്ട് എനിക്കിപ്പോൾ ഇതിനെ തോന്നുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റികളാണ്. അതിൽ തന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ ആളുകളെ പിടിക്കാതെ അവരുടെ നെറ്റ്വർക്കുകളൊന്നും തടസ്സപ്പെടുത്താതെ ഇത്തരത്തിൽ ചെറിയ ക്വാണ്ടിറ്റികൾ മാത്രം പിടിക്കുന്നൊരു സംഭവമാണെന്നാണ് പല ആരോപണങ്ങളുമൊക്കെ ഇതിനകത്ത് പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം. അതുകൊണ്ട് നമുക്കറിയില്ല ഇതെത്രത്തോളം ഗംഭീരമായി മുന്നോട്ട് പോകുമെന്ന്. പിന്നെ ഞാൻ പറയുന്നൊരു കാര്യം ഗൗതം അറിയേണ്ടത്, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു കുഴപ്പമോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു കുഴപ്പമായിട്ടൊന്നും നമ്മൾ കണക്കൂട്ടേണ്ടതില്ല. അതിനേക്കാളൊക്കെ വലിയ ശക്തരായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന മയക്കുമരുന്ന് മാഫിയുടെ ഒക്കെ പുറകിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ശക്തി, സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കാനും വേണമെങ്കിൽ മറിച്ചിടാനും ഒക്കെ പറ്റുന്ന അത്രയും വലിയ വിപുലമായിട്ടുള്ള സംഗതികളാണ്. ഇപ്പൊ കേരളം ഇതിന്റെ ഹബ്ബായി മാറി എന്ന് പറയുന്ന കണക്കിലൊന്നും അർത്ഥമില്ല. കാരണം ഇപ്പൊ പഞ്ചാബ് പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് കേസസ് നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് കൂടുതൽ. പക്ഷെ പിടിച്ചെടുക്കുന്ന ക്വാണ്ടിറ്റി വൈസ് നോക്കിയാൽ അത് വളരെ കുറവാണ്. കാരണം പിടിച്ചെടുക്കുന്ന ക്വാണ്ടിറ്റി കൂടി മനസ്സിലായാൽ നമുക്ക് മനസ്സിലാവും പഞ്ചാബിൽ നിന്നും ഗോവയിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിടിച്ചെടുക്കുന്ന ക്വാണ്ടിറ്റികൾ കൂടുതലാണ്. അപ്പൊ ആ ക്വാണ്ടിറ്റികൾ എന്തുകൊണ്ടാണ് ഇവിടെ കൂടാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന്. രണ്ടാമത്തത്, എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇതിന്റെ പിന്നിലുള്ള വലിയ ഫണ്ട് ചെയ്യുന്നത് ആരാണ്, ഇതിലൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കലി ഈ നെറ്റ്വർക്കിനെ ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ് എന്നുള്ള ചോദ്യം വളരെ വലുതാണ്. അതില്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ പുറകെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു കണ്ണിൽ പൊടിയുള്ള ഒരു മുഖമിനക്കൽ പരിപാടിയുമായി മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അതിപ്പോൾ ഇതിനു മുമ്പ് യോദ്ധാവ് എന്ന് പറഞ്ഞൊരു പരിപാടി വന്നിരുന്നു. ഇപ്പം എന്താണ്, തൂഫാൻ എന്നുള്ളതാക്കി പേരൊക്കെ മാറ്റിയിട്ടു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും കാര്യമില്ല. ഇനി ഇതൊക്കെ പോട്ടെ, നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ. അതെന്താണ്, മലപ്പുറത്തെ SP ചൈത്ര തെരേസ ജോൺ പറഞ്ഞൊരു കാര്യം, പോലീസിനകത്ത് ഇതുമായി ബന്ധമുള്ളവരുടെ കാര്യം, അതിനൊക്കെ എന്ത് നിലപാടെടുത്തു നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഇങ്ങനെ നടക്കും. അല്ലാതെ ഇത് അവനവൻ സൂക്ഷിച്ച് അവനവന് കൊള്ളാം. അല്ലാതെ ഗവൺമെന്റ് ഇതിൽ വലിയ നടപടികൾ എടുക്കുന്നു എന്ന് പറയുന്ന ഒരു ധാരണയൊക്കെ സൃഷ്ടിക്കാൻ പറ്റി. അതിനപ്പുറത്തേക്ക് യാതൊരു നടപടിയും നടന്നിട്ടില്ല. അത് മാത്രമല്ല സാർ, പിടിക്കപ്പെട്ടവര് 2 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങിയിട്ട് അവർ ഇതേ പരിപാടി ചെയ്യുകയാണ്. അല്ല, പിടിക്കപ്പെട്ടവർ പുറത്തിറങ്ങും. ഇപ്പോൾ പിടിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ പല നിയമങ്ങളും ഇപ്പോൾ ലഹരി ആണെങ്കിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി, അതായത് നിങ്ങളുടെ ഉപയോഗത്തിലുള്ളതാണ് പിടിച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടും. അതല്ല, നിങ്ങളൊരു കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം കഴിവും പിടിപാടും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയായി മാറും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അല്ലെങ്കിൽ കോടതി പോയാൽ ഇത് ജാമ്യം കിട്ടും. ജാമ്യം കിട്ടാത്ത കേസൊന്നുമല്ല. ജാമ്യം കിട്ടാത്ത കേസായി ഫ്രെയിം ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വലിയ ക്വാണ്ടിറ്റികൾ പിടിച്ചെടുക്കുകയും ആ ക്വാണ്ടിറ്റികൾക്കനുസരിച്ച് അത്രയും വലിയ ചാർജുകൾ ഫ്രെയിം ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഇത് നിലനിൽക്കാൻ പറ്റുള്ളൂ. NDPS ആക്ട് എന്ന് പറയുന്ന ആക്ടിൽ ജാമ്യം കൊടുക്കാതെ, ഇന്ത്യയിൽ ഇപ്പോൾ ഏത് കേസാണെങ്കിലും ജാമ്യം കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. PMLA ആക്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും കേസുകളാണെങ്കിൽ മാത്രമേ ജാമ്യം കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ, റയർ ആയിട്ടുള്ളത്. ഇതിലൊക്കെ ജാമ്യം കിട്ടിക്കതും. ജാമ്യം കിട്ടിയിട്ട് അവർ ഈ പണി തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതൊരു നിസ്സാരമായ നെറ്റ്വർക്ക് അല്ലാന്ന്. ഇതിപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജാമ്യം കിട്ടിയവൻ ഈ പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? അവൻ പിന്നെ കേസ് നടത്തണമെങ്കിലുള്ള ഏറ്റവും വലിയ കാര്യം അവർ ഇത് തന്നെ വിട്ടിട്ടേ പറ്റുള്ളൂ. അല്ലാതെ അവന് വേറെ ഏതെങ്കിലും ജോലി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വെറുതെ നമ്മളിപ്പോ ഒരു പോലീസിന് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എക്സൈസിന് ഉപയോഗിച്ചോ മാത്രമൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് എല്ലാ തലത്തിലും ഇത് അഡ്രസ് ചെയ്യപ്പെടണം. അല്ലാതെ ഇതിലിപ്പം നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം ഈവൻ പോലീസിന്റെ ഉന്നത തലങ്ങളിലുള്ള ആളുകളെ വിളിച്ചിട്ട് നമ്മൾ ചില ഡീറ്റെയിൽസ് നൽകിയാൽ പോലും അവർ കാര്യമായ രീതിയിലുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. അല്ല, പരാതിയൊക്കെ നേരത്തെ മുതലേ ഉണ്ട്. ഇപ്പൊ ചില ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥര് ബാക്കിയുള്ള ആളുകൾ ഇതുപോലെയുള്ള പല ആളുകളൊക്കെ തന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കേട്ടുകേൾവികളുണ്ട്. ഇപ്പൊ അവർക്ക് ഇത് നിസ്സഹായരാണ്, അവർക്ക് ഒന്നും ഇതിനകത്ത് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ,
അവരെ ഇപ്പൊ ചൈത്ര തെരേസ ജോൺ പറഞ്ഞേക്കണ എന്താ, അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് അപ്പം തന്നെ നടപടി എടുത്തൂടെ? അവരെന്തിനാണ് പുറത്തു എന്ന് പറയുന്നത്? അവർ പുറത്തു പറയുന്നത് ഇത് അവന്റെ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരടക്കം ഇതിനകത്ത് പങ്കാളികൾ ഉണ്ടാവുമെന്നാണ്. അപ്പൊ അതറിയില്ല. അതിനകത്ത് ആദ്യം തന്നെ ഒരു ക്ലീൻ ഓപ്പറേഷൻ തൂഫാൻ ആദ്യം തന്നെ പോലീസിനകത്ത് നടത്തുകയും ഇതുപോലെ കേസ് പിടിക്കാത്ത, കേസിന് ആളുകൾക്ക് വിവരങ്ങൾ കൊടുക്കുന്ന ആളുകളെല്ലാം എടുത്തു കൊണ്ടുപോവുകയും വേണം. അതൊന്നും അത്ര സുഖകരമായ പരിപാടിയല്ല. മനസ്സിലായോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഗോതറിയുടെ ഒരു വാർത്ത കേട്ടു. ആ വാർത്ത എന്ന് പറയുന്നത് ഒരു പോലീസിലെ ഉദ്യോഗസ്ഥൻ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, അവിടെ ഇരിക്കുന്ന ഒരു ബൈക്ക് എടുത്ത് മറിച്ചു വിട്ടു. ലാസ്റ്റ് അത് പ്രശ്നമായപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പുറത്തേക്ക് കൊണ്ടുവന്നിട്ട്. പിന്നെ ഗൗതം ആലോചിച്ച് നോക്കുമ്പോൾ ബൈക്ക് എടുത്ത് മറിച്ചു വിട്ടൊരു പോലീസുകാരൻ പിന്നെ ആ പോലീസ് സേനയിൽ ഉണ്ടെങ്കിൽ ബൈക്ക് വരുന്ന കിടക്കുന്നവൻ കാശ് കൊടുത്ത് അവർ മേടിക്കില്ലേ? ഇനി പോട്ടെ, മറ്റേ കോട്ടയത്ത് ഒരു മാങ്ങ മൂടി വെച്ചതിനെതിരെ 10 കിലോ മാങ്ങ മോഷ്ടിച്ചിട്ട് പോലീസുകാരുടെ മനസ്സിലായിരിക്കും അവർ കാശ് കൊടുത്ത് അവരെന്ത് ചെയ്യില്ലേ? പേടിക്കില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള പോലീസുകാരെ എല്ലാ തരത്തിലുള്ള പരിച്ഛേദമൊക്കെ അതിനകത്തും ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ പോലീസിനെ മൊത്തമായിട്ട് മോശം പറയുന്നില്ല കേട്ടോ. പോലീസിലെല്ലാം നട്ടുറപ്പുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരോട് പറയണത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പണി ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ഗംഭീരമായിട്ട് പണി ചെയ്ത് തരും. പക്ഷെ അതൊന്നും അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംരക്ഷണം കൂടി ഇവർക്ക് ഇല്ലാതാകുന്ന ഒരു കാലം വരും എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഇത് ഇവിടെ നിലനിൽക്കുന്നത്. അതല്ലാതെ ഇതൊന്നും ആളുകൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഈ രാത്രി മുഴുവൻ തുറന്നിരിക്കുന്ന കടകൾ, ബാക്കിയുള്ളത് ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ ഇതിന്റെ ഒരു പങ്ക് ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം, അതിന്റെ ഒരു പങ്ക് തീർച്ചയായിട്ടും പോലീസിനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർക്കും കൊടുക്കാതെ ഇവർക്ക് നിലനിന്ന് പോകാൻ പറ്റുമോ? അല്ല, അതൊന്നും നിലനിന്ന് പോകാൻ പറ്റില്ലെന്നേ. അതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ ഇതുവഴി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതുവഴി വരുന്ന പണം എന്ന് പറയുന്നത് ഒരു ചെറിയ പണമല്ല. ഇതുവഴി വരുന്ന പണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ ആലോചിക്കുന്നതിനേക്കാളൊക്കെ വലിയ തോതിലുള്ള പണമാണ്. ആ പണം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടല്ലാതെ ഏതെങ്കിലും തരത്തിൽ, ഞാൻ പറഞ്ഞ ഈ മയക്കുമരുന്ന് എന്നുള്ള പോലും പോട്ടെ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് കേരളത്തിൽ സാധ്യമാവും? ഇല്ല. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ ഇപ്പോൾ ന്യായമായിട്ടും മര്യാദക്കും കട നടത്തി കൊണ്ടുപോകുന്ന ആളുകൾ പോലും ചില്ലറ കൊടുത്താലേ ഈ നാട്ടിൽ പരിപാടി നടക്കുള്ളൂ. പിന്നെ മയക്കുമരുന്ന് നിൽക്കണവന് ഇത് കൊടുക്കാതെ പരിപാടി എടുക്കും? ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നെക്സസ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാദ്യം പൊളിക്കാൻ തൂഫാനൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ കൊടുങ്കാറ്റ് ആദ്യം തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അതുണ്ടായില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. സാർ, ഞാൻ തുടക്കം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അതിലേക്ക് എത്തുകയാണ്. പ്രമുഖ നടൻ അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നടന്മാർക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരാളെ അയാളാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം വരുന്നുണ്ട്. അല്ല, നമ്മളിപ്പോ ഒരു നമുക്ക് 100% ഉറപ്പില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളെ കുറിച്ച് ഇനി ഇത് പോട്ടെ, ചില നിർമ്മാതാക്കൾ തന്നെ വന്ന് പറഞ്ഞല്ലോ, സെറ്റുകൾ ഇത് വിതരണം ചെയ്യുന്നുണ്ട്, ഇത് കാരവനകത്ത് ഇതാണ്. സാന്ദ്ര വന്നിട്ട് പറഞ്ഞു കാരവനകത്തോട്ട് കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് നിറച്ച് പുകയായിരുന്നു. ഈ ഇടക്ക് നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ സെറ്റുകളിൽ കയറി പോലീസ് പരിശോധന നടത്തട്ടെ എന്ന് പറഞ്ഞു. പോലീസ് പരിശോധന നടത്തട്ടെ, ഷാഡോ പോലീസിനെ നിയമിച്ചോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും നടന്നു? ഇനി അതിനുശേഷമാണ് ഗൗതം പറയുന്നത് ചില ആളുകളുടെ പേരുകൾ, ഇപ്പൊ ചില ആളുകൾ പത്രസമ്മേളനങ്ങളിലൊക്കെ അടക്കം 2 അക്ഷരമുള്ള പേര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അന്വേഷിക്കപ്പെടണം. ഇത് അന്വേഷിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറാവാതെ എന്താണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നടക്കും. പിന്നെ കുറെ പറയലും വാർത്തകളും മാധ്യമങ്ങളിലും വാർത്തയൊക്കെ വരും. അത് കഴിയുമ്പോൾ ഇതൊക്കെ കെട്ടടങ്ങും. അപ്പൊ ഞാൻ എൻ്റെ കാലത്ത് എന്ത് ചെയ്തു വെച്ചാൽ ഇതൊരു ഇമേജ് ബിൽഡിംഗ് പരിപാടി മാത്രമായി അത് അവസാനിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വലിയ രീതിയിൽ പോഡ്കാസ്റ്റ് ഒക്കെ നൽകി ഒരു ഇമേജ് ബിൽഡിങ്ങിനൊക്കെ വി.ഡി. സതീശൻ ശ്രമിച്ചിരുന്നു. ലഹരിയുടെ സോഴ്സിനെ ഇല്ലാതാക്കി കളയും. ഇതൊന്നും പൂർത്തിയാക്കാൻ വി.ഡി. സതീശന് സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോടുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് കുറയില്ലേ? അല്ല, നമ്മളിപ്പോൾ ഇതിൽ വിശ്വാസ്യത കുറയില്ല എന്നൊക്കെ ചോദിച്ചാൽ ഗൗതത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ്. അപ്പൊ ഇതിനു മുമ്പ് വന്ന ഗവൺമെന്റുകളൊക്കെ ഇതുപോലെ എന്താണ്, ഇപ്പൊ പിണറായി വിജയൻ ഗവൺമെന്റ് മാറ്റി നിർത്തിയാൽ കേരളത്തിൽ വന്നിട്ടുള്ള ഏത് ഗവൺമെന്റാണ്? ഓക്കെ, EMS ഗവൺമെന്റിനെയൊക്കെ മാറ്റി നിർത്താം. ബാക്കി കേരളത്തിൽ വന്ന ഏത് ഗവൺമെന്റാണ് പ്രകടന പത്രികയും അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്? ഇനി അമിത്ഷാ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ പ്രകടന പത്രിക ഒന്നും നടപ്പാക്കാനുള്ളതല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള പല തന്ത്രങ്ങളൊക്കെ തന്നെ പയറ്റും എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റൂലെന്ന് എനിക്കൊണ്ട് സതീശനെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇതൊക്കെ ഈ തിങ്ക് ബിഗ് ഈസ് ഗുഡ്, ആക്ട് ബിഗ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറയും. നമ്മൾ വലിയ കാര്യങ്ങൾ ആലോചിക്കുന്നതും വലിയ കാര്യങ്ങൾ പറയുന്നതൊക്കെ എളുപ്പമാണ്. അത്ര എളുപ്പമല്ല ഈ പറയുന്ന ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ. നിങ്ങളൊരു കസേരയിലേക്ക് കയറിയിരിക്കുമ്പോഴാണ് അതിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് ഉണ്ടാവുള്ളൂ.
പലപ്പോഴും ഗൗതത്തിന് അറിയുമെന്നറിയില്ല, ഈ വാറ്റുചാരക്കാരെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു. എന്താ കാര്യം എന്നറിയോ? എന്താ കാര്യം? ബാറുകളിൽ കച്ചവടം കൂടാനാണ്. അല്ലാതെ വാറ്റുചാരായത്തിനോട് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്കോ വലിയ പ്രശ്നമുള്ളത് കൊണ്ടല്ല. അത് പിടിക്കാൻ വേണ്ടി ബാക്കിയുള്ള ആളുകൾ കാശ് കൊടുക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു കലത്തിൽ ഒരുത്താൻ വാറ്റിയൊക്കെ ജനത്തിന്റെ ആരോഗ്യം കേടാവുമെന്നോ അല്ലെങ്കിൽ അവിടെ നശിക്കുമെന്നോ എന്ന് വിചാരിച്ചിട്ടാണോ? അതൊക്കെ നടക്കും. അല്ലാതെ ഇതൊന്നും വലിയ ഗൗരവത്തിൽ ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ട പോലും ആവശ്യമില്ല. ചർച്ച ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും. അവരവർ സൂക്ഷിച്ച് അവരവർക്ക് കൊള്ളാം. പിന്നെ പൊതുവെ ഉന്നതരായിട്ടുള്ള ആളുകൾ സംരക്ഷിക്കപ്പെടും. അല്ല, അല്ലെങ്കിൽ ഇതിനൊക്കെ പിടിക്കണ്ടേന്ന് ഞാൻ ചോദിക്കണം. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഒരു 6 മാസം നമ്മൾ സമയം കൊടുക്കും. ഇപ്പൊ കയറിയിട്ട് 15 ദിവസം 20 ദിവസമല്ലേ ഉള്ളൂ. ഒരു 6 മാസം രമേശ് ചെന്നിത്തലക്ക് സമയം കൊടുക്കുക. അതിനൊക്കെ എന്ത് ചെയ്യും? അങ്ങും കണ്ടിട്ടുണ്ടാകും, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന കുറെ അധികം ആരോപണങ്ങളുണ്ട്. അതൊരു 2 അക്ഷരത്തെ ചുറ്റിപ്പറ്റിയാണ്. ഈ 2 അക്ഷരത്തിൽ പേരുള്ള ഒരാളാണ് ഈ കൊച്ചി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കേരളം കേന്ദ്രീകരിച്ചിട്ട് വലിയ രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. ആരാണ് ആ 2 അക്ഷരം നമുക്കറിയില്ല. എങ്കിലും ഈ 2 അക്ഷരത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇപ്പൊ സംസാരം നടക്കുന്നത്. അല്ല, നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ ഒന്നും ഞാൻ പറയണത്, ഇതൊക്കെ യാഥാർത്ഥ്യമുണ്ടോ, ഇതിനകത്ത് ശരിയുണ്ടോ എന്നുള്ളതൊക്കെ ഗവൺമെന്റും അതുപോലെ തന്നെ കേരള പോലീസും ഒക്കെ അന്വേഷിക്കട്ടെ. അങ്ങനെ ആർക്കെങ്കിലും, ഞാൻ പറയുന്നത് ഈ പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ള പത്രസമ്മേളനം നടത്തുന്ന ആളുകളോട് പോലും എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പരാതിയായിട്ട് എഴുതി കൊടുക്കുന്നതാണ്. കാരണം കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. പരാതിയായിട്ട് എഴുതി കൊടുത്താൽ പോലീസിന് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഒന്നില്ലെങ്കിൽ അന്വേഷിച്ചേ പറ്റൂ, അദ്ദേഹത്തെ വിളിച്ചൊന്ന് മൊഴിയെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ, അന്വേഷിച്ചേ പറ്റൂ. അങ്ങനെ നിങ്ങൾ തയ്യാറാവുന്നതേ എനിക്ക് പറയാനുള്ളത്. പത്രസമ്മേളനം നടത്തി എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നാളെ ഞാനിപ്പോ ഇവിടെ നിന്ന് വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ അത്തരം ഒരു ആരോപണത്തിന്റെ അന്വേഷണം ഒന്നും നടക്കില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യൂ, നിങ്ങൾ വളരെ ലെജിബിളായി വളരെ ഡയറക്റ്റായി എന്ത് ചെയ്യൂ, പോലീസിലേക്ക് എന്ത് ചെയ്യൂ, അന്വേഷണത്തിന് നിങ്ങൾ എഴുതി കൊടുക്കൂ. എനിക്ക് ഇങ്ങനെ സംശയങ്ങളുണ്ട്, ഇന്നതാണ് എൻ്റെ സംശയങ്ങൾ ബലപ്പെടുത്തുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കൂ. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് നമുക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം എടുക്കാനോ നമുക്ക് ഇതിന് പുറത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നും പറയാനോ കഴിയില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, ഇവരൊക്കെ പറയണേ കേൾക്കുമ്പോൾ അതിൽ ചില ശരികളുണ്ടാകും എന്ന് പറയുന്ന ഒരു ധാരണ പൊതുജനത്തിന് രൂപപ്പെടും എന്നുള്ളത് സത്യമാണ്. കാരണം ഒരു സാഹചര്യ തെളിവുകളുണ്ടല്ലോ, ആ സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് രൂപപ്പെടും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അത് എന്താണ് കാര്യം എന്നുള്ളത് ഇപ്പൊ ഈ പല ആളുകളും, ഈ ഒരാൾ മാത്രമല്ല പല ആളുകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ഗൗതമൊക്കെ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇതിനു മുമ്പ് ഒരു കേസിൽ ഇതുപോലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ പോവുക ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ എന്നാണ് ഞാൻ പറയാനുള്ളത്. അല്ലാതെ അത് ഒന്നാമത് ആരോപണം ഉന്നയിക്കുന്നവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുകയും ചെയ്യും, പോലീസിലേക്ക് എന്ത് ചെയ്യും, റിട്ടേൺ ആയിട്ടൊരു കംപ്ലൈന്റ് കൊടു, ഇന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇന്ന സംശയങ്ങൾ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്താലേ അന്വേഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഇൻഫോമർ ആയിട്ടുള്ള ഇൻഫർമേഷനെങ്കിലും കൊടു. അപ്പൊ നമ്മളുടെ ആരുടെയെങ്കിലും അങ്ങനെ ഇൻഫർമേഷൻസ് ഇല്ല, പക്ഷെ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓക്കെ ഇത് ശരിയാണല്ലോ എന്ന് തോന്നാം. പക്ഷെ അങ്ങനെ ശരിയാണല്ലോ എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഒരാളെ കുറ്റക്കാരനായിട്ട് നമുക്ക് വിധിക്കാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മുദ്ര കുത്താനും കഴിയില്ല. ഇപ്പൊ ഗൗതം പറഞ്ഞ ഇപ്പൊ ഗൗതം അറിയില്ലെന്ന് പറഞ്ഞു, ഗൗതത്തിനും അറിയാം, എനിക്കും അറിയാം, പേരൊക്കെ പറയാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പോലും ആ പേര് പറയാൻ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ അത് പറയുന്നതിൽ അർത്ഥമില്ല. പകരം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ട് അത് പറയാൻ പറ്റണം. അപ്പൊ അതാണ് അതിന്റെ കാര്യം. അല്ല, നിരവധി ആളുകൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ അധികം പരാതികൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ മുൻപന്തിയിൽ വരാനായിട്ട് കാത്തിരിക്കുകയാണ് പല പരാതികളുമായിട്ട്. അല്ല, അങ്ങനെ പരാതികൾ ഉണ്ടെങ്കിൽ വരട്ടെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അതിന്റെ മര്യാദ. അല്ലാതെ നമ്മളിപ്പോ ആരെങ്കിലും ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഇപ്പൊ നാളെ അത് ഗൗതത്തിനെതിരെയോ എനിക്കെതിരെയോ വേണമെങ്കിൽ പറയാലോ, കാരണം നിങ്ങൾക്കെതിരെ ചില പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പരാതികൾ വരട്ടെ. ഇപ്പൊ സത്യമാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലും ഏറ്റവും ആദ്യമേ തന്നെ ഇതുപോലെയുള്ള പല വാർത്തകളൊക്കെ വന്നപ്പോൾ നമുക്ക് പല സംശയങ്ങളുണ്ട്, നമുക്ക് പല ഇൻഫർമേഷൻസും ഉണ്ട്. പക്ഷെ ആ ഇൻഫർമേഷൻസിന്റെ പുറത്ത് നമുക്ക് പറയാൻ പറ്റാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ പരാതി ഇല്ലാന്ന്. അപ്പൊ പരാതി ഉള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് സംസാരിക്കാം. പരാതി ഇല്ലാതെ നമ്മളത് സംസാരിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. പോലീസിന്റെ അകത്ത് തന്നെയാണോ സാർ സംരക്ഷണം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്? അല്ല, പോലീസിന്റെ അകത്ത്, പോലീസ് എന്ന് പറയുന്നത് മറ്റേ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന ആളുകളൊന്നും അല്ലല്ലോ, ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകളാണ്. അവർ കുറച്ച് ചില്ലറ കൊടുത്താൽ ചിലപ്പോൾ കുറെ പേര് മേടിക്കും, കുറച്ച് പേര് ആ ചില്ലറ മേടിച്ച് ശീലമായിട്ടുള്ളവരുണ്ടാവും. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് സംരക്ഷണം കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇല്ലെന്നൊന്നും പറയാൻ നമ്മൾ ആളല്ലല്ലോ. ഇപ്പൊ കേരള പോലീസ് പോലും അങ്ങനെ അവകാശപ്പെടുന്നില്ലല്ലോ, ഞങ്ങളുടെ ആ കൂട്ടത്തിലുള്ള മുഴുവൻ പേരും വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ് എന്ന് അവകാശപ്പെടുന്നില്ല. പുഴുക്കുത്തുകളെ ഒഴിവാക്കുമെന്നാണ് സർക്കാർ പോലും പറഞ്ഞേക്കുന്നത്. പിന്നെ അതിനകത്ത് എന്താ നമ്മളിപ്പോ ഇത്ര ആലോചിക്കാനുള്ളത്? 1200-ലധികം പോലീസുകാർക്ക് എതിരെ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് പറയുന്നത്.
ഇപ്പൊ ഈ കഴിഞ്ഞ തവണ സത്യത്തിൽ ഞാൻ അന്ന് പറഞ്ഞാണ് ഈ പൃഥ്വിരാജിന്റെ സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോ അതിനുശേഷമാണ് ഇവിടുത്തെ DSP ഷാജി അറസ്റ്റിലാവുന്നത്. അപ്പൊ അതുപോലെയുള്ള നിരവധി ആളുകളില്ലേ. ഇപ്പൊ മാങ്ങ മോഷ്ടിച്ചു എന്ന് പോലെ ഇപ്പൊ ബൈക്ക് മോഷ്ടിച്ച ആളുകളില്ലേ. ഇനി എന്തിന് ഇപ്പൊ വേറൊരു കേസ് എനിക്കറിയാം. അത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു തവണ ഞാൻ നേരത്തെ ഒരു ചാനലിൽ ഉണ്ടായിരുന്നപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അതെന്ന് വെച്ചാൽ അവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളും പോലീസ് സ്റ്റേഷനിൽ ഉപയോഗപ്രദമല്ലാത്ത എല്ലാ വണ്ടികളിലും ടയർ ഊറ്റി വിട്ടിട്ടുള്ള സ്റ്റേഷൻ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ പല ആളുകളും ഉണ്ട്. അത് പിന്നീട് പിടിച്ചിട്ടുണ്ട്, അത് പിന്നീട് പ്രശ്നമായിട്ടുണ്ട്, അതിന്റെ പേരിൽ അവർക്ക് നടപടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവും.